നമസ്കാരം. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന വളരെയധികം മാറ്റങ്ങളുമായി ബന്ധപ്പെട്ട ഒരു തൊടുകുറിയാണ് ഇവിടെ പരാമർശിക്കാനായി പോകുന്നത്. അതിന് ഏവരും തന്നിരിക്കുന്നതായ ഈ രണ്ട് ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക. ഇവിടെ തന്നിരിക്കുന്നത് രണ്ട് ചിത്രങ്ങളാകുന്നു. അതിൽ ആദ്യത്തേതായ ചിത്രം ഉപ്പനാണ്, രണ്ടാമത്തേതായ ചിത്രം നീല ശംഖുപുഷ്പമാകുന്നു. ഈ രണ്ട് ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ആ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം. ഏവരും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. അതിനു മുന്നോടിയായി ഏവരും ഇഷ്ടദേവതയുടെ നാമം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. വിചാരിച്ചതായ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായി സംഭവിക്കാൻ പോകുന്നു എന്ന് തന്നെ പരാമർശിക്കാം. വിചാരിച്ചതായ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുകയും ആ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സന്തോഷകരമായ നിമിഷങ്ങൾ നിങ്ങളിൽ വർദ്ധിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ഗുണാനുഭവങ്ങൾ ജീവിതത്തിൽ വന്നു ചേരണം, അനുകൂലമായ ചില കാര്യങ്ങൾ വന്നു ചേരണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ. കാരണം നിങ്ങളുടെ അവസ്ഥ അത്തരത്തിലാണ് എന്നതാണ് വാസ്തവം. കാരണം പല കാര്യങ്ങളും അനുകൂലമായി തീരൂ. അത്തരത്തിലൊരു സാഹചര്യത്തിലൂടെ മുന്നോട്ട് പോകുന്ന നിങ്ങൾക്ക് ചില കാര്യങ്ങൾ അനുകൂലമാക്കുവാൻ സാധിച്ചു എന്ന് വരാം. അത് ധനലാഭത്തിനോ മറ്റു നേട്ടങ്ങൾക്കോ കാരണമായി തീരാവുന്നതുമാണ്. ഈ സമയം പലരിൽ നിന്നും സംരക്ഷണം, പിന്തുണ ലഭിക്കാനുള്ള സാധ്യതകൾ നിങ്ങൾക്ക് കൂടുതലാകുന്നു. അവരുടെ സഹായത്താൽ കൂടി ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിച്ചു എന്ന് വരാം. പല കാര്യങ്ങളിലും ശക്തി കുറയുന്നത് പോലെ അനുഭവപ്പെടുന്നതാകുന്നു. അത് സാഹചര്യങ്ങളാൽ മാത്രം നിങ്ങൾക്ക് സംഭവിക്കുന്നതായ കാര്യങ്ങളാകുന്നു. എന്നാൽ ശക്തി കുറയുന്നതാണ് എങ്കിൽ പോലും കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ വഴിത്തിരിവിന് കാരണമാകുന്ന പല കാര്യങ്ങളും സംഭവിക്കാവുന്നതാണ്. മുൻപ് അത്തരത്തിൽ സംഭവിച്ചിരുന്നു എന്നതാണ് വാസ്തവം. എന്നാൽ ഇപ്പോൾ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി തീരുന്നില്ല എന്നതാണ് വാസ്തവം. പല കാര്യങ്ങളും പ്രതികൂലമായി ഭവിക്കുന്നു. അതിനാൽ തന്നെ പല തിരിച്ചടികളും ജീവിതത്തിൽ നേരിട്ട് കൊണ്ടിരിക്കുന്നതായ സാഹചര്യമാണ്. അതിൽ ചില മാറ്റങ്ങൾ വന്നു ചേരാം. ഈ സമയം പല കാര്യങ്ങളിലും നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. ദൈവത്തിന്റെ ഒരു സഹായം ഒരു കൈ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് അനുകൂലമായി ഉണ്ടാകാവുന്നതാണ്. ഉപദ്രവിച്ചവർക്ക് പോലും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതായ ഉയർച്ച കണ്ട് അത്ഭുതപ്പെടേണ്ടതായ സാഹചര്യം വന്നു ചേരും. കാരണം നിങ്ങൾ സ്വയം തീരുമാനിച്ച് പ്രവർത്തിക്കുന്നതായ കാര്യങ്ങളിൽ, കൂടുതൽ ശ്രദ്ധ പുലർത്തി പ്രവർത്തിക്കുന്നതായ കാര്യങ്ങളിൽ അനുകൂല ഫലങ്ങൾ പ്രതീക്ഷിക്കുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. അർഹമായ രീതിയിൽ തന്നെ നിങ്ങൾക്ക് നേട്ടങ്ങൾ കൊയ്യുവാൻ സാധിച്ചു എന്ന് വരാം. നിങ്ങളെ ഉപദ്രവിച്ച പലർക്കും നിങ്ങൾ തന്നെ മാപ്പ് നൽകിയിട്ടുള്ളതാകുന്നു. എന്നാൽ അതിൽ മാറ്റങ്ങൾ വന്നു ചേരും. അർഹമായ ശിക്ഷ അവർക്ക് ദൈവവുമായി തന്നെ നൽകുന്നതായ സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ അവർക്ക് പലവിധ തിരിച്ചടികൾ ജീവിതത്തിൽ നേരിടേണ്ടതായ സാഹചര്യങ്ങൾ തന്നെ വന്നു ചേരും എന്ന് മനസ്സിലാക്കുക. കാരണം കാര്യങ്ങൾ പലതും നിങ്ങൾക്ക് അനുകൂലമായി തീരുവാൻ ആരംഭിക്കുന്നതാണ്. സൽക്കർമ്മങ്ങൾ കൂടുതലായി ചെയ്യുവാനും ഈശ്വരാധീനം, ഈശ്വര കടാക്ഷം നിങ്ങൾക്ക് നിലനിർത്തുവാൻ സാധിക്കുകയും ചെയ്യും. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് വ്യക്തമായ ഉത്തരമില്ല എന്നതാണ് വാസ്തവം. ഇനി എന്ത് ചെയ്യണം, എത്തരത്തിൽ മുന്നോട്ട് പോകണം എന്നറിയാതെ ആശയക്കുഴപ്പങ്ങൾ നിങ്ങൾക്കുണ്ട്. അത് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ട് എന്ന് തന്നെ പരാമർശിക്കാം. അതിൽ ചില മാറ്റങ്ങൾ അല്ലെങ്കിൽ വ്യക്തമായ ദിശ, മുന്നോട്ട് പോകുവാൻ സഹായകരമായ ആ ദിശ നിങ്ങൾക്ക് വന്നു ചേരും. നിങ്ങൾക്ക് മുന്നോട്ട് തന്നെ പോകുവാൻ സാധിക്കും എന്ന കാര്യം ഓർക്കുക. എന്നാൽ ഈ സമയം ചില കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പല കാര്യങ്ങളെയും മുൻവിധിയോടെ നിങ്ങൾ സമീപിക്കുവാൻ പാടുള്ളതല്ല. അത് നിങ്ങൾക്ക് തിരിച്ചടികൾക്ക് കാരണമായി തീരും. മറ്റുള്ളവരിൽ നിന്നും അർഹിക്കുന്നതായ ബഹുമാനം നേടിയെടുക്കുവാനും മറ്റുള്ളവരുമായി ബന്ധപ്പെട്ട് ധനപരമോ അല്ലാതെയോ നേട്ടങ്ങൾ സ്വന്തമാക്കുവാനോ സാധിച്ചു എന്ന് വരാം. പുതിയ അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതാണ്. അവ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്തുന്ന കാര്യങ്ങളായി മാറുന്നതുമാണ്. കഷ്ടതകൾക്ക് വലിയ വില നൽകരുത് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. കാരണം ജീവിതത്തിൽ
മോശകരമായ കാര്യങ്ങൾ വന്നു ചേരുന്നതാണ്. എന്നാൽ അത് ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാൻ സഹായകരമായ കാര്യങ്ങളും നിങ്ങൾക്ക് കടന്ന് വരാവുന്നതാണ്. ഒരു പുതിയ വ്യക്തിയായി തന്നെ മാറുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും. ഈശ്വരാധീനം വർദ്ധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. കൂടാതെ നിങ്ങളുടെ ഏതൊരു പ്രശ്നത്തിനും അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരും. അത് തരണം ചെയ്യാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. കൃത്യമായ ഉത്തരം ഏതൊരു ആശയക്കുഴപ്പത്തിലും നിങ്ങൾക്ക് ലഭിക്കും. അതിനാൽ ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോവുക. കാര്യങ്ങൾ നിങ്ങൾക്ക് ക്രമേണ അനുകൂലമായി ഭവിക്കുക തന്നെ ചെയ്യും. രണ്ടാമത്തെ ചിത്രമായ ശംഖുപുഷ്പമാണ്, നീല ശംഖുപുഷ്പമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു. സമൃദ്ധി ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. എന്നാൽ പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ സമൃദ്ധിക്ക് സഹായകരമായ അല്ലെങ്കിൽ ജീവിതത്തിൽ ഉയർച്ചയും സൗഭാഗ്യവും നൽകുന്ന പല അവസരങ്ങളും ശരിയായ രീതിയിൽ വിനിയോഗിക്കുവാൻ സാധിക്കാത്തതായ അവസ്ഥ നിങ്ങൾക്ക് വന്നു ചേർന്നിട്ടുള്ളതാകുന്നു. എന്നാൽ അതിൽ നിന്നും മാറ്റങ്ങൾ വന്നു ചേരാം. സമൃദ്ധി ജീവിതത്തിൽ സ്വന്തമാക്കുവാൻ സാധിച്ചു എന്ന് വരാം. വാശിയുള്ളവർ തന്നെയാണ് നിങ്ങൾ. പല കാര്യങ്ങളിലും വാശി പ്രകടിപ്പിക്കുന്നവരുമാകുന്നു. എന്നാൽ പലപ്പോഴും ഈ വാശി നിങ്ങൾക്ക് തിരിച്ചടിയായി തീരുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതിനാൽ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കി തന്നെ മുന്നോട്ട് പോകുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പലപ്പോഴും കുടുംബവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങളുണ്ട് എങ്കിൽ പോലും തർക്കങ്ങൾ നിങ്ങളുടെ മനസമാധാനം നഷ്ടപ്പെടുത്തുന്നതായ കാര്യങ്ങൾ വന്നു ചേരുന്നു. അത്തരം അവസ്ഥയാണ് ഉള്ളത്. അതിൽ മാറ്റങ്ങൾ വന്നു ചേരുവാൻ മുൻകൈ എടുത്താലും പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ അനുകൂലമാകണം എന്നില്ല. എന്നാൽ ക്രമേണ അത്തരം പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. അപ്രതീക്ഷിതമായ ലാഭം അത് നിങ്ങൾ ചെയ്യുന്നതായ പ്രവൃത്തികളോ ബിസിനസ്സോ അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്ത കാര്യവുമായി ബന്ധപ്പെട്ടാണ് എങ്കിലും വന്നു ചേരാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്ന് തന്നെ പരാമർശിക്കാം. എന്നാൽ ധൈര്യം നിങ്ങൾ കൈവിടാൻ പാടുള്ളതല്ല. പലപ്പോഴും പല കാര്യങ്ങളും നിങ്ങൾക്ക് തിരിച്ചടിയാകുമോ എന്ന ഭയത്താൽ കൈവിടുന്നവരാണ് നിങ്ങൾ. അതിൽ മാറ്റങ്ങൾ വന്നു ചേരും. ധൈര്യം കൈവിടാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാനും നേട്ടങ്ങൾ കൊയ്യുവാനും സാധിച്ചു എന്ന് വരാം. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് വിജയിക്കുവാൻ സാധിക്കും. അത് മറ്റുള്ളവരുമായി ബന്ധപ്പെട്ട് ഒരു തർക്കത്തിലാണ് എങ്കിൽ പോലും അവരെ വാക്കുകൾ കൊണ്ട് നിങ്ങൾക്ക് തോൽപ്പിക്കുവാൻ സാധിക്കുന്നതാണ്. കൂടാതെ ഈ സമയം പ്രധാനമായും ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം, തർക്കങ്ങൾ അത് എന്ത് കാര്യവുമായി ബന്ധപ്പെട്ടാണ് എങ്കിലും അതിൽ നിന്നും ഒഴിവായി നിൽക്കുന്നതാണ് എപ്പോഴും നിങ്ങൾക്ക് ശുഭകരം. അതല്ല എങ്കിൽ നിങ്ങൾക്ക് വന്നു ചേരേണ്ടതായ പല സൗഭാഗ്യങ്ങളും നഷ്ടമാകുന്നതിനോ അകന്നു പോകുന്നതിനോ കാലതാമസം നേരിടുന്നതിനോ കാരണമായി തീരാം. കലഹത്തിൽ നിന്നും അതിനാൽ മാറി നിൽക്കുന്നതാണ് ഉത്തമം. അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് ഭാവിയിലാണ് എങ്കിലും ദോഷകരമായി ഭവിക്കും എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. അടുത്ത ഒരു വ്യക്തി അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്ത ഒരു വ്യക്തി നിങ്ങൾക്ക് വിരോധിയായി മാറുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. അതിനാൽ അത്തരം കാര്യങ്ങളിലും ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. കഷ്ടതകളിലും ധൈര്യം കൈവിടാതെ മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. പലരും നിങ്ങളെ തോൽപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്നത് വാസ്തവമാണ്. എന്നാൽ അവർക്ക് അതിന് സാധിക്കണം എന്നില്ല. ധൈര്യത്തോടെ തന്നെ മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. ആർക്കും തോൽപ്പിക്കാൻ സാധിക്കാത്തതായ സാഹചര്യം നിങ്ങൾക്ക് വന്നു ചേരാം. പല കാര്യങ്ങളും ക്രമേണയാണ് നിങ്ങൾക്ക് ശരിയായി ലഭിക്കുക അല്ലെങ്കിൽ അനുകൂലമായി ഭവിക്കുക. പെട്ടെന്ന് തന്നെ ആ കാര്യങ്ങൾ നടക്കണം എന്നില്ല. അതിനാൽ അത്തരം കാര്യങ്ങളിലും ശ്രദ്ധ വേണം. ഒരു വർഷത്തിനുള്ളിൽ തന്നെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. എന്നാൽ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യങ്ങളും ക്രമേണ ജീവിതത്തിന്റെ ഭാഗമായി തീരും. നിങ്ങൾ ചെയ്യുന്നതായ പ്രവൃത്തികൾ പടിപടിയായുള്ള ഉയർച്ച നേടുവാനുള്ള സാധ്യതകൾ കൂടുതലാക്കുന്നു. ഭാഗ്യം, സന്തോഷം എന്നിവ ജീവിതത്തിലേക്ക് കടന്ന് വരാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. പല കാര്യങ്ങളിലും ഭാഗ്യം തുണയ്ക്കുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. എത്ര പ്രതികൂലമായ സാഹചര്യമാണ് എങ്കിലും രക്ഷപ്പെടാൻ സഹായകരമായ ചില വഴികൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകളുണ്ട്. എന്നാൽ ചിലരെ നിങ്ങൾ ജീവിതത്തിൽ നിന്നും അകറ്റി നിർത്തേണ്ടതായി വരാം. അത്തരം വ്യക്തികൾ നിങ്ങളെ പല അവസരങ്ങളിലും ചതിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ദോഷകരമായ കാര്യങ്ങൾ ചിന്തിക്കുകയോ ചെയ്യുന്നവരാകാം.
അത്തരം ചില വ്യക്തികളെ നിങ്ങൾക്ക് അകറ്റി നിർത്തേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. സാമ്പത്തിക തടസ്സങ്ങൾ അല്ലെങ്കിൽ അനുഭവിക്കുന്നതായ ചില പ്രശ്നങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിയാൻ പോകുന്നു എന്ന പ്രത്യേകതയും ഈ സമയത്തെക്കുറിച്ച് പരാമർശിക്കുവാൻ സാധിക്കും. തീർച്ചയായും നിങ്ങൾക്ക് കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കുന്ന സാഹചര്യങ്ങൾ തന്നെയാണ് വന്നു ചേരുക. എന്നാൽ ക്ഷമ അനിവാര്യമാണ് എന്ന കാര്യം പ്രത്യേകം നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്.